ഞാനിപ്പോൾ പറയാൻ പോകുന്നതേ, നമ്മൾ ചില സമയങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നീട് ചെയ്യാം എന്ന് മാറ്റി വെച്ചുകൊണ്ടിരുന്നാൽ സംഭവിക്കാവുന്ന അബദ്ധങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ നഷ്ടബോധം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ പറയട്ടെ. എൻ്റെ അനുഭവമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് എനിക്ക് കുറേ ചാൻസസ് ഒക്കെ കിട്ടി അബ്രോഡ് പോകാനായിട്ട്. അങ്ങനെ ഞാൻ പോയി പല സ്ഥലങ്ങൾ കണ്ടു എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ അവർ നമുക്ക് നല്ല നല്ല ഹോട്ടൽസിൽ ബുക്ക് ചെയ്ത് തരും, ഇങ്ങനെ താമസിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഫുഡും താമസവും ഒക്കെ അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. ഇപ്പം നമ്മുടെ സ്പൗസ് വന്നാലും, കാരണം അതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡിന് മാത്രമൊക്കെ നമ്മൾ പേ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ നമുക്കതെല്ലാം എക്സ്പെൻസീവ് ആയിരിക്കുമല്ലോ. നമ്മൾ ഇന്ത്യൻ മണിയിൽ കൺവേർട്ട് ചെയ്യുമ്പോഴെല്ലാം എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു, 15,000 ആയിരുന്നു, 15,000 രൂപയായിരുന്നു ഒരു വിസയുടെ എന്താ പറയുക എമൗണ്ട്, ഈക്വലൻറ്റ് ടു സം ആ സമയത്തെ ഡോളറിൻ്റെ ഈക്വലൻറ്റ്, US ഡോളറിൻ്റെ. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് മോൾക്കും അരവിന്ദും കൂടി ചേർത്തിട്ട് ഇപ്പോൾ വിസ അപ്ലൈ ചെയ്യാം. ബിക്കോസ് US വിസ ഈസ് വെരി വെരി ഡിഫിക്കൽട്ട്. നമ്മൾ അപ്പം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 10 ഇയേഴ്സിന് വേണ്ടിയിട്ട് കിട്ടും. അങ്ങനെയാണ് അതിൻ്റെ രീതികൾ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഓൾറെഡി എനിക്കുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഇതിൽ വെച്ചിട്ട്, ബിക്കോസ് ഐ എം ഗോയിങ് ഫോർ എ കോൺഫറൻസ്, എൻ്റെ മോളെയും ഹസ്ബൻഡിനെയും കൂടെ കൊണ്ടുപോവാണ്. കൂട്ടിനെന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് അവർ തരും. പിന്നെ കമ്പനിയാണല്ലോ സ്പോൺസർഷിപ്പും, സോ ദേ വിൽ നോട്ട് ഹാവ് എനി ക്വസ്റ്റ്യൻസ്. എന്നിട്ട് ഞാനതിങ്ങനെ നമ്മൾ തന്നെ വേണം ഇത് അപ്ലൈ ഒക്കെ ചെയ്യാനായിട്ടെല്ലാം പൂരിപ്പിച്ച് അപ്ലൈ ചെയ്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്യാൻ പോകുമ്പോഴേക്കും അരവിന്ദ് പറഞ്ഞു, വേണ്ട നമ്മുടെ പൈസ എടുത്തിട്ട് വെറുതെ എന്തിനാ ഇപ്പോൾ 30,000 ഒക്കെ ചിലവാക്കണം, വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ അത് ഒരു മിനിറ്റ് ഞാൻ ചിന്തിക്കാതിരുന്നെങ്കിൽ ആ വിസ മോൾക്കും അരവിന്ദും കിട്ടിപ്പോയനെ. ഇന്നും എൻ്റെ റിഗ്രറ്റ് അതാണ്. ഐ ഡിഡ്ന്റ് ടേക്ക് ഹർ. അയ്യോ, എൻ്റെ കുഞ്ഞിനെ അന്ന് കൊണ്ടുപോകേണ്ടതായിരുന്നു. അന്ന് 8th 9th പഠിക്കുകയാണ്. അത് അവൾക്ക് എന്തൊരു ചെറിഷബിൾ മെമ്മറി ആയേനെ അല്ലേ. ആ മെമ്മറി കൊടുക്കാൻ എനിക്ക് അങ്ങനെ അതെന്താണെന്നറിയോ, ഒരു വെൽതി മൈൻഡ് സെറ്റ് എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മൾക്ക്. അതുകൊണ്ടാണ് അത് അരവിന്ദ് ചെയ്യാതിരുന്നത്. അരവിന്ദ് എപ്പോഴും ഹി ഫീൽസ്, അയ്യോ നമ്മളിങ്ങനെ എക്സ്ട്രാ വാഗൻസാ ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെയാണ് മനസ്സിൽ. അപ്പം ഞാൻ വിചാരിച്ചു, ശരി പോട്ടെ, നമ്മൾ അങ്ങനെ ഒരുപാട് നിർബന്ധിക്കാൻ പാടില്ലല്ലോ. പിന്നീട് ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് എല്ലാവരും വെക്കേഷനെയൊക്കെ പറ്റി സംസാരിക്കുമ്പോൾ കോൺഫറൻസ് റൂമിൽ വെച്ചിട്ട് വെറുതെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനിങ്ങനെ വെക്കേഷന് പോവാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. പയ്യനാണ് കേട്ടോ, എൻ്റെ ടീമിലുള്ളൊരു ജൂനിയർ മോസ്റ്റ് ഫ്രണ്ട് ഓഫ് മൈൻഡ്. അപ്പം ഞാൻ പറഞ്ഞു, നല്ലതാണല്ലോ. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ ബ്രൗസ് ചെയ്ത് നോക്കിയപ്പോൾ പോണ്ടിച്ചേരിയിൽ ദ ഡ്യൂൺ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്, ദ ഡ്യൂൺ, DUNE കേട്ടോ. അതിങ്ങനെ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ്, നല്ല താച്ച്ഡ് ആയിട്ടുള്ള. അതും നമ്മൾ വെബ്സൈറ്റിലൊക്കെ നോക്കുമ്പോൾ വി വിൽ ഗെറ്റ് ജസ്റ്റ് സ്വേഡ് അവേ അതിൻ്റെ ആ ബ്യൂട്ടി കണ്ടിട്ട്. ഞാനങ്ങ് ബുക്ക് ചെയ്തു. ഞാനങ്ങ് ബുക്ക് ചെയ്തു, ലിറ്ററലി ബുക്ക് ചെയ്തു 3 പേർക്ക് താമസിക്കാൻ. കാരണം 4 ദിവസം അവധിയുണ്ട്. അതെല്ലാം അങ്ങ് ബുക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ഫോൺ ചെയ്തു അരവിന്ദ്. അപ്പോൾ ഇയാൾ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ, എൻ്റെ ജൂനിയർ. ഞാൻ പറഞ്ഞു, അരവിന്ദ് നമുക്ക് ഇവിടെ എങ്ങനെ പോയാലോ, ഒരു വെക്കേഷൻ പോയാലോ, നമ്മളെങ്ങനെയൊന്നും പോകാറില്ലല്ലോ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് നമുക്ക് എന്തിനാ ഇപ്പോൾ ഇത്ര പൈസ നമ്മൾ കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഇയാൾ എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആളെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ബിക്കോസ് ഹീ തോട്ട് ദാറ്റ് ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞ സാധനമാണ് ഞാൻ ഈ ചോദിക്കണേ, പോയാലോ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ഉത്തരം വേണ്ട എന്നുള്ള രീതിയിലാണല്ലോ. ഞാൻ എങ്ങനെ ഇത് മാനേജ് ചെയ്യും എന്നാണ് പുള്ളിയുടെ ഇതിലിരിക്കണേലെന്ന് പിന്നീട് എന്നോട് പറഞ്ഞു. ഞാനപ്പോൾ ഉടനെ തന്നെ ഞാൻ പറഞ്ഞേ, അല്ല അരവിന്ദ്, എന്തെങ്കിലും ആവട്ടെ, ഇറ്റ്സ് ഓക്കെ. എനിക്കിപ്പോൾ കുറച്ച് ഇൻക്രിമെൻറ്റ് വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിനകത്തുനിന്ന് എനിക്ക് കുറച്ച് ക്യാഷ് ഉണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ ചെയ്യുള്ളൂ, ഞാൻ ഇട്ടോളാം കേട്ടോ എന്ന് പറഞ്ഞു. എന്നാൽ ശരി, പോയേക്കാം. മനസ്സിലായോ? ഐ എം നോട്ട് ആസ്കിങ് എനി മണി ഫ്രം ഹിം. അരവിന്ദ് അങ്ങനെയാണ്, വീടിൻ്റെ കാര്യത്തിനും ഫുഡിനും ഒക്കെ തരും, എല്ലാം ഉണ്ട്. പക്ഷേ ഇങ്ങനത്തെ എക്സ്ട്രാ ഇതിലൊന്നും 10 പൈസ അങ്ങനെ കളയുന്നത് ഇഷ്ടമല്ലായിരുന്നു. ചില ആളുകൾ അങ്ങനെയാണ്, പക്ഷെ ഞാനങ്ങനെയല്ല. ഫോർ മീ മെമ്മറീസാണ് ഏറ്റവും മുഖ്യം. അപ്പോൾ എൻ്റെ കയ്യിൽ അതിൻ്റെ മെമ്മറീസൊക്കെ ഉണ്ട്. ഞാനൊരു റീലായിട്ട് ഇട്ടിട്ട് ഞാൻ പറയാം കേട്ടോ, റീലിട്ടിട്ടുണ്ട് ആ മെമ്മറീസിൻ്റെ നിന്ന്. സോ ദാറ്റ് ഈസ് സെക്കൻഡ് തിങ്. എന്നിട്ട് ആ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനുണ്ടല്ലോ, പയ്യൻ, അയാൾ എൻ്റെ അടുത്ത് പറയണേ, ഞങ്ങളുടെ വീട്ടിലൊന്നും ഇത് നടക്കില്ല കേട്ടാ. സ്ത്രീകൾ ഇങ്ങനെ അപ്പർ ഹാൻഡായിട്ട് വന്നിട്ട് ഇന്ന സ്ഥലം കണ്ടുപിടിച്ചു, അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളാണെങ്കിൽ ഹി വോണ്ട് അലൗ എന്ന്. ഞാനവനവിടെ തെറ്റി. ഞാൻ പറഞ്ഞു, അത് കൊള്ളാലോ,
അങ്ങനെയാണോ വേണ്ടത്? പെണ്ണുങ്ങൾ ചെയ്തു എന്ന് വെച്ച് എന്താ കുഴപ്പം? സ്ത്രീകൾ ചെയ്തു പുരുഷന്മാരുടെ മാത്രം കുത്തകയാണോ ഈ എന്താ പറയുക ഇതൊക്കെ? എന്താണ് വെക്കേഷൻ പ്ലാനിങ് ഒക്കെ നമുക്കും ചെയ്യാൻ സാധിക്കും. ഫുൾ ബുക്കിംഗ് വരെ ഞാൻ തന്നെയാണ് ചെയ്തതേ. അത് കണ്ടിട്ടായിരിക്കും അയാൾക്ക് ഇഷ്ടമായില്ല, എൻ്റെ കൊലീഗിന് ഇഷ്ടമായില്ല. ബിക്കോസ് ഞാൻ അപ്പർ ഹാൻഡഡ്നെസ് എടുത്തു പറഞ്ഞിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പർ ഹാൻഡഡ്നെസ് എടുത്തില്ലായിരുന്നെങ്കിൽ എനിക്ക് പോകാൻ പറ്റുമോ? കാരണം അവരെടുക്കുന്നില്ല. അവർ അങ്ങനെ ഒരു വെക്കേഷന് പോയിട്ടുള്ള ശീലം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അവർക്ക്. അതുകൊണ്ടാണ്. ബട്ട് ഹി വാസ് ഹാപ്പി. അങ്ങനെ അരവിന്ദ് ഒരിക്കലും അങ്ങനെ ഒരു ചെറുതായിട്ട് ചിന്തിക്കുന്ന ആളല്ല കേട്ടോ. ഐ ഹാവ് ടു ടെൽ യു. അത് എല്ലാവർക്കും കിട്ടില്ലായിരിക്കും. ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞ ശരിയായിരിക്കും. ആ പയ്യന് അതുപോലത്തെ ഒരു ഈഗോയിസ്റ്റ് മെൻറ്റാലിറ്റി ഉള്ളപ്പോൾ അതുപോലത്തെ ഒരാളാണ് എൻ്റെ ഹസ്ബൻഡെങ്കിലും വീട്ടിൽ പ്രശ്നം ഉണ്ടാവില്ലേ? എനിക്ക് അങ്ങനെ പ്രശ്നം ഇല്ലാതിരുന്നത് ബിക്കോസ് ഹി ടുക്ക് ഇറ്റ് ഇൻ ടു ദ ഹിസ്റ്ററൈഡ്. പൈസ മാത്രം ചിലവാക്കാൻ പറയാതിരുന്നാൽ മതി. ബട്ട് വേറൊരു കാര്യമുണ്ട് കേട്ടോ, എൻ്റെ ഹസ്ബൻഡ് പൈസ ഒന്നും അനാവശ്യമായിട്ട് കളയണ ആളുമില്ല കേട്ടോ. അതും മനസ്സിലാക്കാം. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ചിലർക്ക് മടിയാണ്. ചിലർക്ക് ചില ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കുമേ, അതുകൊണ്ടായിരിക്കും. അതേസമയം ഒരു ടെന്നീസ് കളിക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ ടെന്നീസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തൊക്കെ പോകാനൊക്കെ പറഞ്ഞു ഹി വിൽ ഗോ. മനസ്സിലായി? അതാണ് ഇൻട്രസ്റ്റിൻ്റെ വ്യത്യാസം. പിന്നെ അന്ന് ഞങ്ങൾ ഡ്യൂൺസിൽ പോയി നന്നായിരുന്നു. സൈക്ലിംഗ് ഒക്കെ ചെയ്തു. അതിങ്ങനെ ഇൻഡിവിജ്വൽ വില്ലാസൊക്കെയാണ്, ബീച്ചൊക്കെയാണ്, നല്ല ഫുഡ്. നോൺ വെജിറ്റേറിയൻസിനാണ് അധികം ഇൻട്രസ്റ്റ് ആവുക ആ സ്ഥലമൊക്കെ. നോക്കിക്കോ, ഇപ്പൊക്കെ വെക്കേഷനൊക്കെ അല്ലേ, പോകുന്നെങ്കിൽ പോയിക്കോളൂ. ഇപ്പം എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. ഇറ്റ് ഇസ് 10 years ബാക്ക്. പിന്നെ എൻ്റെ വെക്കേഷൻ മെമ്മറീസ് പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇനിയും പറയാം, ഇനിയുണ്ട്. ഒരെണ്ണം കൂടെ ഞാൻ പറയാം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഉള്ള അപ്പം ഇങ്ങനെ പോയി വന്നൊക്കെ കഴിഞ്ഞപ്പോൾ അരുണിന് ഇഷ്ടമായിട്ടോ. ഞങ്ങൾ നോക്കൂ, നമ്മളിങ്ങനെ ഇൻട്രസ്റ്റോടെ നമ്മളുടെ സമയം നമ്മളിപ്പോൾ തന്നെ ചിലവാക്കാനായിട്ട് നമ്മൾ ഇൻട്രസ്റ്റോടെ ചെയ്തത് കാരണം വി കുഡ് ഗോ. പിന്നെ നമുക്ക് പൈസ ഒരുപാട് ബാങ്കിലുണ്ടായിട്ടാണ് വെക്കേഷന് പോകുള്ളൂ എന്ന് പറയുന്നത് ശരിയില്ല, പറ്റില്ല അതൊന്നും. കാരണം ഈ സമയം കിട്ടില്ലല്ലോ. പിന്നെ മോള് ചെറുതായിരുന്ന സമയമാണ്. ആ സമയത്ത് മോൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലേ? പിന്നെ വലുതായി വരുമ്പോൾ ഷീ വോണ്ട് ബി ഇൻട്രസ്റ്റഡ്. ഷീ വിൽ ബി ജസ്റ്റ് ഗോയിങ് വിത്ത് ഹർ ഫ്രണ്ട്സ് ഓർ ആഫ്റ്റർ മാരേജ് ഷീൽ ഗോ വിത്ത് ഹർ ഹസ്ബൻഡ്. അപ്പം നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ നമ്മളുടെ മെൻറ്റാലിറ്റി മാറിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഇവിടെ ഞാൻ ഇരിക്കുക, നടക്കാനും വയ്യ, മുട്ടുവേദന, നടുവേദന, എന്തിനാ ഈ പാട് കഴിക്കണേ, അങ്ങനെ ഒരു ചിന്ത വരും അല്ലേ? പിന്നെ സമയം സന്ദർഭം എല്ലാം ഒത്തു കിട്ടുമ്പോൾ അപ്പം ചെയ്തോളൂ. കൈ കാശില്ലെങ്കിലും ക്രെഡിറ്റ് കാർഡ് വരച്ച് ചെയ്തോളൂ. പക്ഷേ ആ ക്രെഡിറ്റ് കാർഡ് അപ്പം തന്നെ വന്ന് അടയ്ക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം കണ്ടുവച്ചിട്ട് വേണം കേട്ടോ പോകാൻ. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഒരു വളയാണെങ്കിലും എടുത്ത് വിറ്റത് അടച്ചോളൂ കേട്ടോ. എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാനെന്നും പറഞ്ഞുകൊണ്ട് ഒരു എടുത്താൽ പൊങ്ങാത്ത കടം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങാതിരിക്കും ആൾക്കാർ. അയ്യോ ഞാനത് ഇത്രയും ചിലവാക്കിപ്പിച്ചു എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട്, അയ്യോ എനിക്ക് വേറെ പണിയൊന്നുമില്ല, ജോലിയില്ല, ഞാൻ എങ്ങനെ ഇത് വീട്ടും? നോ റിഗ്രറ്റ്സ് ഇൻ ലൈഫ്. അത് ചെയ്ത് കഴിഞ്ഞു, നമുക്ക് ആ സമയത്തിന് നമുക്ക് സന്തോഷം കിട്ടി അല്ലേ? ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനെയും അമ്മേനെയും ഞാൻ കന്യാകുമാരി കാണിക്കാൻ കൊണ്ടുപോയി കേട്ടോ. കന്യാകുമാരിയിൽ നമ്മുടെ ആ ഹോട്ടലിൻ്റെ പേര് ഞാൻ പറഞ്ഞു, തിരുവള്ളുവർ ശിലയും കാണാൻ നോക്കും. തിരുവള്ളുവറിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ആ വിവേകാനന്ദ പാറ കാണാവുന്ന രീതിയിൽ ഒരു റൂം എടുത്തു ഞങ്ങൾ. കണക്റ്റിംഗ് റൂം പോലെ. പപ്പ എൻ്റെ അമ്മച്ചിക്ക് നല്ല റൂം കൊടുത്തിട്ട് ഞങ്ങൾ ഇനി കണക്റ്റിംഗ് റൂമിൽ ഞങ്ങൾ കിടന്നു കേട്ടോ. അപ്പോൾ ഞാനും മോളും അരവിന്ദും. അപ്പം ഞങ്ങൾ ഫുൾ ആ സ്റ്റാച്യു നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിലിങ്ങനെ അവർ ലൈറ്റ്സും ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കുകയായിരുന്നു, യശോ ദൈവമേ ഇതൊരു കാഴ്ചയല്ലേ, ഈ കാഴ്ച നമ്മൾ മിസ് ചെയ്യൂലായിരുന്നോ? കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇല്ല, അമ്മ വന്നിട്ട് പറയണേ, എനിക്ക് അവിടെ പപ്പയുടെ റൂമിൽ ഉറങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര സൗണ്ടാണ്, അപ്പം ആ കൂർക്കം വലിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നേ, ഇതിവിടെ തുറന്ന് പറയുമ്പം ചിലർ പറയായിരിക്കും ചേച്ചി എന്തിനാ വീട്ടിലെ കാര്യം പറയുന്നു. ബട്ട് ഐ ഡോണ്ട് കെയർ. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒരു മെമ്മറബിൾ ട്രിപ്പിൽ ആർക്കെങ്കിലും മദറിൻ്റെ കൂടെ വന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാൻ തോന്നും. എൻ്റെ ഹസ്ബൻഡ് അപ്പുറത്തെ റൂമിൽ പോയി കിടന്നു. പിന്നെ ഞാൻ തലവഴി മൂടിയിട്ട് കിടന്നുറങ്ങി. ഞങ്ങൾ ഈ കഥകളും ഇതൊക്കെ പറയുന്ന സമയത്തായിരുന്നു അങ്ങനെ. അത് പോട്ടെ, ഇപ്പോൾ ഞാൻ പറയുമ്പോഴായിരിക്കും അവർ ഓർക്കേണ്ടത് ഞാൻ അങ്ങനെ ചെയ്തോന്ന്. ബട്ട് ഇറ്റ് ഈസ് ഓക്കെ. അത് എൻ്റെ ഒരു മെമ്മറിയിലെ ഒരു ചെറിയ ഒരു ചീല് ഇങ്ങനെ കീറിപ്പോയി ആ സമയത്ത്. അപ്പോൾ എന്നെ കേൾക്കുന്ന മദർ ഇൻ ലോസ് ടു ബി ഒക്കെ ഉണ്ടെങ്കിൽ, ഞാനും ടു ബി ആണ് കേട്ടോ. യു ഷുഡ് നെവർ ഡു ദാറ്റ്. കാരണം എല്ലാവർക്കും അവരവരുടേതായ സ്വകാര്യ നിമിഷങ്ങളുണ്ടാകും. മേ ബി ഇറ്റ് വോണ്ട് ബി മച്ച് സ്വകാര്യതയല്ല നമ്മൾ പറയണേ, വെറുതെ ഒരു സംസാരിക്കുക. അപ്പം ഞാൻ ആ നിലാവ് നോക്കിയിരുന്നിട്ട് നമ്മൾക്കൊരു രസമല്ലേ, നമ്മൾ ഇത്ര പൈസയൊക്കെ മുടക്കിയിട്ട് പോയിട്ട്. ഐ ഫെൽ ബാഡ് കേട്ടോ. ഇപ്പോൾ ഇതിൽ കേൾക്കുമ്പോൾ തുറന്നു പറച്ചിലുകളിലെ അടുത്തൊരു ഏടാണ്. അപ്പോൾ ചേച്ചിയുടെ മദറിലോ കേട്ടാ നത്തിങ്, ഷീ വിൽ നെവർ ലുക്ക് ഇൻ ടു ദിസ്. കേട്ടാലും ഒന്നുമില്ല. കാരണം സത്യം പറയുമ്പോൾ ഇല്ലേ,
അതിന് കുഴപ്പമൊന്നുമില്ല. സത്യം പറയുമ്പോൾ ആർക്കെങ്കിലും ചെറുതായിട്ട് വേദനിക്കുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. ബിക്കോസ് എപ്പോഴും നമ്മൾ മറച്ചു വെച്ച് ആരെയും സൂചിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ല. കാരണം എന്താണെന്നറിയോ, കടന്നുകയറ്റങ്ങൾ ആളുകൾ കുറയ്ക്കും. ഞാനാണെങ്കിലും എൻ്റെ ബ്രദറിൻ്റെയും ഫാമിലിയുടെ കൂടെ അങ്ങനെ കടന്നു കയറി പോകാൻ പാടില്ല. കാരണം അത് ശരിയല്ല. ഇപ്പോൾ എനിക്കിപ്പോൾ അവരേ ഉള്ളൂ വേറൊരു ഫാമിലിയായിട്ട്. കാരണം അങ്ങനെ പോകുന്നത് അവർക്ക് ഇഷ്ടം. അവരുടെ ഇതുപോലെയുള്ള സ്വകാര്യതകൾ, ചെറിയ സ്വകാര്യതകൾ, അവർക്ക് എന്തെങ്കിലും ജോക്ക് പറയണമെന്നോ തമാശ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിച്ചിരിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ, ഞാൻ ഒരു മൂത്ത സിസ്റ്റർ കൂടെ ഉണ്ടാകുമ്പോൾ അവർക്കതൊരു പ്രയാസമായിട്ട് വരില്ലേ. അതുകൊണ്ട് ഞാനും ഇത് കണക്ട് ചെയ്ത് ചിന്തിക്കാൻ തുടങ്ങി. യെസ്, ഐ ഷുഡ് ഓൾസോ റിഫ്രെയിൻ എന്ന് എനിക്ക് തോന്നും എപ്പോഴും കേട്ടോ. അറിഞ്ഞുകൊണ്ട് നമ്മൾ ആരുടെയും സ്വകാര്യതയിൽ കടന്നു കയറരുത്. ഈ കടന്നു കയറ്റങ്ങളാണ് നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫിൽ നമ്മൾ ഒരു കരടാവാനായിട്ട് കാരണമായി വരുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ മദർ ഇൻ ലോനെയും സിസ്റ്റർ ഇൻ ലോനെയൊക്കെ ഹെയ്റ്റ് ചെയ്ത് വരുന്നത്. വെന്തേ ഓരോരോ കടന്നുകയറ്റങ്ങൾ എൻ്റെ ഓരോ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഫുൾ സത്യങ്ങൾ തുറന്നു പറയാമെന്ന് പറഞ്ഞാൽ വളരെ വളരെ വേദനിപ്പിക്കുന്ന സത്യങ്ങളായതുകൊണ്ട് ഞാൻ ചിലതൊക്കെ മറച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ. അവർക്കും തുടങ്ങാം, അവർക്കും പറയാം, ഇങ്ങനെ എൻ്റെ സിസ്റ്റർ ഇൻ ലോ എന്നെ ചെയ്തു അങ്ങനെ പറയാം. ബട്ട് ദെയർ ഇസ് നത്തിങ്. എനിക്ക് ഉറപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ കടന്നു കയറിയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാനിത് നീ പറയുന്നത്. ശരി, അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്നത് ക്രിയേറ്റ് മെമ്മറീസ്. എത്ര വില കൊടുത്തും കുറച്ച് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്തോളൂ. ഒരു വള പോയാലും സാരമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങിയിട്ട് പുറപ്പെടും. അതായിരിക്കും നല്ലത്. ഹസ്ബൻഡിന് ചിലപ്പോൾ പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും വേണ്ടാന്ന് പറയുന്നത്, എന്ന് അരവിന്ദ് പറഞ്ഞതുപോലെ. അതുകൊണ്ട് ആ സമയം നമ്മൾ ആ ഒരു സ്റ്റെപ്പ് ഹെഡ് എടുത്തിരുന്നെങ്കിൽ, ഞാൻ പറയുകയാണ്, നിങ്ങളൊന്നും ചിലവാക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുമായിരുന്നെങ്കിൽ അത് സംഭവിച്ചേനെ. അവർ US കണ്ടിട്ട് വന്നേനെ എൻ്റെ കൂടെ അല്ലേ. ഞാനൊരു 4 to 5 times ട്രാവൽ ചെയ്തിട്ടുണ്ട് US വിത്തൗട്ട് 1 rupee ചിലവ്. ബിക്കോസ് കമ്പനിയുടെ സ്പോൺസർഷിപ്പിലും പല കാര്യങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് പോയതും. അങ്ങനെ ആ ഒരു സമ്പന്നതയുടെ നഗരം, അല്ലെങ്കിൽ എല്ലാവരും വെറുതെ അല്ല അവിടെ ഓടി പോകുന്നത് കേട്ടോ. US is US. നമ്മളൊക്കെ എന്നാണോ അങ്ങനെ ആയി വരാൻ പോകുന്നത് ആർക്കറിയാം. ചിലപ്പോൾ നമ്മളുടെ മക്കളുടെ കാലത്തൊക്കെ ആവുമായിരിക്കും അല്ലേ. ഇന്ത്യയും അങ്ങനെ തന്നെ. അപ്പോൾ ആരോ എന്നോട് ചോദിച്ചു, ഈ വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഇടൂലേ എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ, ചേച്ചി അത് ഇങ്ങനെ ചെയ്യണത് എന്താ കുഴപ്പമാണോ, നമ്മൾ പൊങ്ങച്ചം പറയണതാണോന്ന്? അല്ലെന്നേ, അതിലെന്താ പൊങ്ങച്ചിരിക്കണത്? നമ്മളിപ്പോൾ ഞാനൊരു സ്ഥലത്ത് പോയി അവിടെ ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു പൂവ് കാണുകയോ, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ആ ഒരു സന്തോഷം എൻ്റെ കോണ്ടാക്ട് ബോക്സിലുള്ളവർ അറിഞ്ഞു എന്ന് വെച്ചാൽ എന്താ, ആകെ അവിടെ പോയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഏരിയയിലുള്ളവർ എന്നെ വിളിക്കും, എൻ്റെ സ്റ്റാറ്റസ് കാണുമ്പോൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കും. അതൊക്കെയല്ലേ, അങ്ങനെയല്ലേ നമ്മൾ ലോകത്തെ അറിയിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കോണ്ടാക്ട്സിനെ അറിയിക്കുക. ദർ ഇസ് നത്തിങ് റോങ് ഇൻ ദോസ് തിങ്സ്. പിന്നെ ഡെയിലി ഞാൻ മീൻ വറുത്തു, ഞാൻ പപ്പടം ചുട്ടു, അങ്ങനെ ഇടാതിരിക്കുക. കാരണം അതിങ്ങനെ ഭയങ്കര ക്ലസ്റ്റേർഡ് ആയി പോകും ആ സോഷ്യൽ മീഡിയ ഇടം. അപ്പം നമ്മളെ ആരും കാര്യമായിട്ട് എടുക്കാതെയാവും അല്ലേ. ഇപ്പം എൻ്റെയൊക്കെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. ഐ എം പുട്ടിങ് വാട്സപ്പ് സ്റ്റാറ്റസ് സോ ദാറ്റ് എൻ്റെ വീഡിയോസ് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ എം ജസ്റ്റ് പ്രൊക്ലെയിമിങ് സംതിങ്, അങ്ങനെയല്ലല്ലോ. ഐ ജസ്റ്റ് വോണ്ട് ടു മാർക്കറ്റ് മൈ വീഡിയോസ് ആൻഡ് ദാറ്റ് ഈസ് ദ ഓൺലി വേ ഐ can, only through my WhatsApp contacts, so that they will watch and then they will just forward it to somebody else. അതുകൊണ്ടാണ്. So it is not a kind of പൊങ്ങച്ചം or anything. അതിനെ ഒരു എന്താ പറയണ ബോസ്റ്റിംഗ് ക്യാരക്ടറായിട്ടൊന്നും കാണണ്ട. എൻ്റെ ലൈഫ് കൊണ്ട് എല്ലാവരും അസൂയപ്പെട്ടോ, അതൊന്നും അല്ല. ദാറ്റ്സ് എ കൈൻഡ് ഓഫ്, അതൊരു സന്തോഷമാണ് അല്ലേ. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് അതിനകത്ത് കാണുന്ന ഒരു പിക്ചർ ഇട്ടു, അല്ലെങ്കിൽ നമ്മളവിടെ നിൽക്കുന്നത് ഇട്ടു, അത് എല്ലാവർക്കും ഒരു മനുഷ്യർക്കുള്ള ഒരു സഹജമായിട്ടുള്ളൊരു ഇതല്ലേ. ഇത് കാണുമ്പോൾ ഒരു പൂ കാണുമ്പോൾ എനിക്കുണ്ടല്ലോ, അയ്യോ എൻ്റെ അമ്മയെ കാണിച്ചു കൊടുക്കണം, എനിക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ മോളെ കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ്. ഇപ്പം അമ്മയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പണ്ടാണെങ്കിൽ അമ്മ എല്ലാം അങ്ങനെ കാണും, അമ്മയ്ക്ക് ഇഷ്ടമാണ് സാരികളുടെ ഫോട്ടോസും. ഇപ്പോഴും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ അമ്മയെ കാണിക്കും. അമ്മ ഞാൻ പറഞ്ഞില്ലേ 79 years old ആയി, ബട്ട് ഷീ കീപ്സ് ആ ഒരു വൈബ് ഉണ്ട് അമ്മയ്ക്ക് നല്ല ഡ്രസ്സുകളൊക്കെ കാണുന്ന ഇഷ്ടമാണ്, കളേഴ്സ് കാണുന്ന ഇഷ്ടമാണ്, ഇത് നല്ല കളറാണ്, അങ്ങനെയൊക്കെ പറയും. അങ്ങനെ ആയിരിക്കണമല്ലോ മനുഷ്യര് അല്ലേ. അപ്പം അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ലല്ലോ. അതേപോലെ തന്നെയാണ് വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ മാറ്റിക്കൊണ്ടിരുന്നോളൂ. പക്ഷെ ഇങ്ങനെ ഈ പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞാലേ, ബാലിഷ്യമായിട്ടുള്ള സാധനങ്ങളിട്ട് ആൾക്കാരെ വെറുപ്പിക്കാതെ നല്ല വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടാൽ നമുക്കും കാണാമല്ലോ അല്ലേ.
ആളുകൾ അതിടുമ്പോൾ അയ്യോ ഇവരിവിടെ പോയിരുന്നു അല്ലേ, നല്ല സ്ഥലമാണല്ലോ, നമുക്ക് പോയി നോക്കാമല്ലോ, അങ്ങനെയൊക്കെയല്ലേ ആളുകൾ അറിയുന്നത്. സോ അത് ഒരു പൊങ്ങച്ചമായിട്ടൊന്നും കൂട്ടണ്ട. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാം പൊങ്ങച്ചത്തിൻ്റെ ഭാഗമായിട്ട് വരുമല്ലോ. പൊങ്ങച്ചം എന്ന് പറയുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ എടുത്ത് കാണിക്കുമ്പോഴാണ് പൊങ്ങച്ചാവണത്. നമ്മൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ നമുക്കുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും കണ്ടു എന്ന് കരുതിയിട്ട് അത് പൊങ്ങച്ചാവുന്നില്ല. എൻ്റെ അഭിപ്രായം കേട്ടോ. ബിക്കോസ് മേ ബി പീപ്പിൾ വിൽ ഡിഫർ. ചില ആൾക്കാർക്ക് എന്താ പറയുക, പ്രൈവസി ആയിരിക്കും ഇഷ്ടം, പ്രൈവറ്റ് ആയിട്ടിരിക്കണം എന്നൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ളവർ അങ്ങനെ ഇരുന്നോട്ടെ. പക്ഷേ ഇപ്പം എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ വാട്സപ്പ് സ്റ്റാറ്റസ് ഒന്നും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന ആളൊന്നുമില്ല. ഹി ഈസ് നോട്ട് ബോതേർഡ് അബൌട്ട് ഇറ്റ്. പക്ഷെ ഞാൻ ചെയ്തു എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിരിക്കണം കേട്ടോ. അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ അങ്ങനെ ആയതായിരിക്കും. പക്ഷേ അങ്ങനെ ആകുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ഇങ്ങനെ പറഞ്ഞു, അതിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ചേച്ചി, അതിനെങ്ങനെ ചേച്ചിക്ക് എന്ത് തോന്നുന്നു? ഞാൻ പറഞ്ഞു, ദർ ഇസ് നത്തിങ് റോങ് in updating your WhatsApp status. You have every right to do that. Go ahead. അതും നിങ്ങളുടെ ഒരു സന്തോഷങ്ങളിലൊന്ന് ഒരു കാര്യമല്ലേ കേട്ടോ. അപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ എല്ലാവരും ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യണം. വെക്കേഷന് പോകണം. വെക്കേഷന് പോകുമ്പോൾ അപ്ഡേഷൻ നമ്മുടെ വാട്സപ്പിൽ തരണം എന്ന് പറഞ്ഞാൽ ഇതിലുണ്ടല്ലോ, എന്താ ഇൻസ്റ്റഗ്രാമിലൊക്കെ തരുകയാണെങ്കിൽ നമുക്ക് കാണാമല്ലോ. വി ഓൾ വിൽ സീ. ഞങ്ങളെയൊക്കെ ടാഗ് ചെയ്ത് വിട്ടോളൂ, എന്നെ ടാഗ് ചെയ്ത് വിട്ടോളൂ. അവർ പോണവരൊക്കെ ഞാൻ കാണാം. ഞാൻ ലൈക്കും അടിക്കാം. പിന്നെ നല്ല കളേഴ്സൊക്കെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ, നല്ല സ്ഥലങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ കസിൻ ഉണ്ട് കേട്ടോ, ജിത്തിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഓരോരോ സ്ഥലത്തൊക്കെ പോകും. പുള്ളിയും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടി എല്ലായിടത്തും പോകും. അപ്പോൾ എനിക്കിങ്ങനെ ചെറിയ റീൽസൊക്കെ അയച്ചു തരും അവർ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ. അപ്പം ഞാനത് എൻ്റെ വീഡിയോസിലൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ ഇടാറുണ്ട് കേട്ടോ. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഐ ഹാഡ് ഗോൺ ടു സ്വിറ്റ്സർലാൻഡ് ഓർ എനിത്തിങ്. ഐ ജസ്റ്റ് സേ ആൽപ്സ് മലനിരകളിൽ ഇങ്ങനെ മഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു രസമല്ലേ ഇത്? ഞാൻ പറഞ്ഞിട്ടാണ്, ഞാൻ എല്ലാവർക്കും ചോദിക്കും. വേറൊരു ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു, ഒരു വീടിന് മുറ്റത്ത് വലിയ കൊന്ന നിൽക്കുന്നുണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വേറൊരു റീൽ എടുത്ത് അയച്ചു തരുമോ, ഞാൻ ഇതിനകത്ത് വീഡിയോ എടുത്ത് അയച്ചു തരുമോ, ഞാൻ ഇതിനകത്ത് റീലാക്കട്ടെ എന്ന് പറഞ്ഞു. അത് വേറെ ആളുടെ മുറ്റത്തേ ആയിരിക്കും ഞാൻ അയക്കുന്നത്. അതൊന്നും എനിക്കൊരു പ്രശ്നമേ ഇല്ല. ഇഫ് ഇറ്റ് ഇസ് ഗിവിങ് മീ എന്താ പറയുക, ജോയ്, ഈച്ച് പീസ്, എവ്രിതിങ്, ഇറ്റ്സ് എ ജോയ് ഫോർ എവർ അല്ലേ. തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ. കേട്ടിട്ടില്ലേ? അതാണ് ആ കവിവാക്യത്തിൽ പിടിച്ചങ്ങോട്ട് മുമ്പോട്ട് പോയിക്കോളൂ. പിന്നെ ഈ സന്തോഷങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരിൽ പങ്കുവയ്ക്കാനും നമുക്ക് അധികാരമുണ്ട്. ചെയ്യണേനൊന്നും കുഴപ്പമില്ല. പിന്നെ എൻ്റെ അച്ഛനമ്മേൻ്റെ ഈ സ്ഥലം വിട്ടിട്ട് ഈ ഞാൻ പറഞ്ഞ ഈ സ്ഥലമല്ലേ, ഇത് വിട്ടിട്ട് എവിടെയും പോകാൻ ഇൻട്രസ്റ്റ് കാണിക്കാറില്ല. അച്ഛന് ഇഷ്ടമേ അല്ല. ഐ ഡോണ്ട് നോ. ഞങ്ങളെങ്ങനെ വലിയ വെക്കേഷൻസിനൊന്നും കൊണ്ടുപോയിട്ടില്ല. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പഴനിയിൽ പോവും, ഗുരുവായൂർ പോവും, കൊടുങ്ങല്ലൂർ പോവും, പിന്നെ ഉണ്ടല്ലോ ചോറ്റാനിക്കര പോവും. ഇതിലെവിടെയാണ് ഞങ്ങൾ വെക്കേഷൻ സ്പോട്ടിൽ പോയിരിക്കണേ, അതായത് വെക്കേഷന് വേണ്ടി മാത്രം എന്ന് പറഞ്ഞാൽ കന്യാകുമാരിയിൽ പോയിട്ടുണ്ട്. അത് നമ്മുടെ സ്കൂൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ടെമ്പോ ട്രാവലറൊക്കെ എടുത്ത് ചൂട് പിടിച്ച് ഞങ്ങൾ കന്യാകുമാരിയിൽ പോയി. എന്നിട്ടും അതിൻ്റെ ഇടയിൽ ഒരു പിൽഗ്രിമേജ് കുത്തി നിറച്ചു, ശിവഗിരി. ഇന്നും എൻ്റെ ഓർമ്മ എന്താണെന്നറിയോ, കന്യാകുമാരി വർക്കല കടപ്പുറത്താണ്, കന്യാകുമാരിയിലാണ്. എൻ്റെ അനുജൻ ചെറുതായിരുന്നു. അവന് ഭയങ്കര സ്നേഹമാണ് അച്ഛൻ്റെ അടുത്ത്. അച്ഛൻ ആ തിരമാലകളുടെ അടുത്തേക്ക് ഒന്ന് ഇറങ്ങിയപ്പോഴേക്കും അവൻ അച്ഛനെ പിടിച്ചു വലിയ എൻ്റെ അച്ഛൻ പോകണ്ട എന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ നിന്ന് കിക്കിന്ന് ചിരിക്കുകയായിരുന്നു. ഞാനതിപ്പോഴും അവനോട് അവനെ പറയും, അച്ഛനും പറയും. ദാറ്റ് ഷോസ് ആ കൊച്ചിൻ്റെ ഇന്നസെൻസ് കണ്ടോ, അച്ഛനോടുള്ള ആ സ്നേഹമാണ് ആ കാണിക്കുന്നത്. അലറി കരഞ്ഞു അന്ന്. അങ്ങനെ ഒരു വെക്കേഷനെ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വിവാഹം കഴിച്ച് പോയപ്പോൾ പിന്നെ എല്ലാവരും മദ്രാസിൽ വരും. ഞങ്ങൾ അവിടെയുള്ള കൊച്ചു സ്ഥലങ്ങളിലൊക്കെ പോവും. അത് കഴിഞ്ഞ് പിന്നെ വല്യമ്മമാർ എല്ലാവരും കൂടെ വന്നപ്പോൾ ഒരു വണ്ടിയൊക്കെ പിടിച്ച് നമ്മൾ ചെട്ടിനാട് സൈഡിലേക്കുള്ള അമ്പലങ്ങളൊക്കെ കാണാൻ പോയി, കുംഭകോണം ആ ഏരിയയിലേക്കൊക്കെ. അതൊക്കെയാണ് എൻ്റെ വെക്കേഷൻ ചിന്തകൾ. പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാൻ അരവിന്ദൊക്കെ കണ്ടിട്ടുണ്ട്. ബട്ട് ഈ പറഞ്ഞ പോലെ രാജസ്ഥാനൊക്കെ കണ്ടിട്ടുണ്ട്. രാജസ്ഥാൻ നല്ല രസമായിട്ടാണ് കാണാനായിട്ട്. കളേഴ്സാണ്, സ്ട്രീറ്റ്സ് ഒക്കെ നല്ല, നമുക്ക് ഷോപ്പഹോളിക്സിന് പറ്റിയ സ്ഥലമാണ് രാജസ്ഥാൻ. രാജസ്ഥാനിൽ 2-3 സ്ഥലത്ത് 2 പ്രാവശ്യമായിട്ട് പോയിട്ടുണ്ട്. ജോധ്പൂർ പോയിട്ടില്ല, ജയ്പൂരും പിന്നെ ഉദയ്പൂർ, ഇവിടെ 2 സ്ഥലത്ത് പോയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് എന്താ പറയുക, വെക്കേഷൻ സ്റ്റോറീസൊക്കെ ഉണ്ട്. അപ്പോൾ വെക്കേഷനാണ്, എല്ലാവരും പാക്ക് ചെയ്യൂ. പൈസ ഇല്ലാത്തൊരു വളവിട്ടോളൂ. നല്ല വിലയുണ്ട് സ്വർണ്ണത്തിന്. പിന്നെ മേടിക്കാന്നേ, ഈ സ്വർണം എന്ന് പറയണത് നമുക്ക് പൈസ സൂക്ഷിച്ച് ബാങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ചിലവാക്കും എന്ന് വെച്ചിട്ടാണ് ഈ സ്വർണ്ണമായിട്ട് മേടിച്ചിടുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഇങ്ങോട്ട് യൂസ് ചെയ്തോളൂ. ഇതൊന്നും ഒരു തെറ്റായ കാര്യമൊന്നുമല്ല. അതിൽ നിങ്ങൾ യു ഡോണ്ട് ഹാവ് ടു ഫീൽ ഗിൽറ്റി അബൌട്ട് ഇറ്റ് ഓൾസോ. ഓക്കെ,
ചിയേഴ്സ്. അപ്പോൾ ആരൊക്കെ ഏതൊക്കെ വെക്കേഷൻ എന്നെ ഇത് കേട്ടിട്ട് ആരെങ്കിലുമൊക്കെ ബുക്ക് ചെയ്ത് വെക്കേഷനൊക്കെ പോകണമെങ്കിൽ ഉണ്ടല്ലോ എന്നോടൊന്ന് പറയണം കേട്ടോ. ഞാൻ ഇവിടെ പോയി ചേച്ചീൻ്റെ ഇതിൻ്റെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. എനിക്കെല്ലാം പിന്നെയും നോട്ടിഫിക്കേഷൻസ് വരും ആര് കമൻറ്റ് ചെയ്താലും. സോ ഐ വിൽ ബി സോ ഹാപ്പി ഇഫ് എന്നെ കേട്ടിട്ട് ആരെങ്കിലും പോവുകയാണെങ്കിൽ. അപ്പോൾ ഞാനും ഒരു 2 വീക്സ് 3 വീക്സിൽ ഞാനും ഒരു ട്രാവലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയാം കേട്ടോ, ട്രാവൽ കഴിഞ്ഞിട്ടേ പറയുള്ളൂ. ശരി എന്നാൽ. കാരണം എന്താണെന്നറിയോ, പിന്നെ ഒരു കാര്യം കൂടി, ഇതിനകത്ത് എൻ്റെ അടുത്ത് നമ്പേഴ്സ് ചോദിച്ചാൽ ഇപ്പം നിങ്ങൾ എനിക്കുള്ള സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഒരുമാതിരി എനിക്കറിയാം, എന്നെ കമൻറ്റ് ചെയ്യുന്നവരും എന്നോട് ഇഷ്ടമുള്ളവരും എല്ലാവരെയും മിക്കവാറും എനിക്ക് കുറച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ദേ ആർ ജസ്റ്റ് ടേക്കിംഗ് മൈ നമ്പർ ഓൺലി ഔട്ട് ഓഫ് ലവ് എന്ന്. എന്താണെന്നറിയോ, എനിക്കറിയില്ലല്ലോ വേറെ ആർക്കൊക്കെ എനിക്ക് ഇഷ്ടമില്ലാത്തവരും ചിലപ്പോൾ എന്നെ ഒന്നും അറിയാത്തവരും എന്നോട് എന്തെങ്കിലും ഒരു ദേഷ്യം തോന്നുമായിരിക്കും ചിലപ്പോൾ അല്ലേ. അവരൊക്കെ നമ്പറൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇതായാലും ഓർത്ത നമ്പർ ഇതിൽ ഞാൻ പറയാത്ത കേട്ടോ. ലൈക്ക് നൗ ഐ എം പ്രാക്ടീസിങ് അല്ലേ, അല്ലെങ്കിൽ ഞാൻ ധൈര്യമായിട്ട് നമ്പറൊക്കെ ഇട്ടിട്ടുണ്ടാവും, ദിസ് ഇസ് വാട്ട് യു ക്യാൻ കോൾ മീ എന്ന് പറഞ്ഞിട്ട്. ഇപ്പം എനിക്ക് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് നമ്പർ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് തരേണ്ടതെന്ന്. ദാറ്റ്സ് വൈ ഐ എം ആസ്കിങ് യു ടു കം ടു ഇൻസ്റ്റ ഹാൻഡിൽ aga_Arvind. അതാവുമ്പോൾ ഇല്ലേ ഇൻസ്റ്റ നിങ്ങൾ അതിന് വേണ്ടി ഒന്ന് തുറന്നോളൂ, ഒരു ആളെ കിട്ടട്ടെ അവർക്ക്, എന്നിട്ട് എന്നെ ഒന്ന് അതിൽ ഫോളോ ചെയ്യൂ. ഐ ഗെറ്റ് 1 സബ്സ്ക്രൈബ് ഫോളോവർ അവിടെ അല്ലേ. അതുകൊണ്ടല്ല കേട്ടോ. അപ്പോൾ അതിലാവുമ്പോൾ എനിക്ക് മെസ്സേജസ്, പ്രൈവറ്റ് മെസ്സേജസ് ഉണ്ടല്ലോ, ഐ ക്യാൻ ഗിവ് യു ദ നമ്പർ ഓവർ ദർ. അപ്പം നിങ്ങളുടെ കയ്യിൽ തന്നെയല്ലേ ആ നമ്പർ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. കാരണം എനിക്ക് കൊടുക്കാൻ ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ആളുകൾ പുറത്തുണ്ടെങ്കിൽ അവർക്കും എൻ്റെ നമ്പർ കിട്ടില്ലേ എന്നാലോചിച്ച് നോക്കൂ. അല്ലാതെ നിങ്ങൾ ചോദിച്ചിട്ട് ഗമയായിട്ട് തരാതിരിക്കണമെന്നും അല്ല കേട്ടോ. കേൾക്കുന്നവർ അനിരാജ് കേട്ടോ, അനിരാജ് പിന്നെ എന്നെ കാണാൻ വന്നില്ല എന്ന് തോന്നുന്നു. ഇവർക്ക് ഭയങ്കര ഗമയാ, വേണ്ട നമ്പർ ചോദിച്ചിട്ട് തന്നില്ല എന്ന് വിചാരിച്ച് അങ്ങനെ ഒന്നും ധരിക്കല്ലേ. ദിസ് ഈസ് വൈ ഐ എം നോട്ട് ഗിവിങ്. ഓക്കെ, സോ ചിയേഴ്സ്. കം ടു ഇൻസ്റ്റ ഹാൻഡിൽ ഓൾസോ ആൻഡ് ദോസ് ഹു ആർ just passing by through this, please subscribe. Okay, thank you.